ബാക്ക് ടു അവർ ചാനൽ ബ്യൂട്ടി ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു 5-6 ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ഒരു 6 ലിപ്സ്റ്റിക് കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആവാതെ വീഡിയോയിലോട്ട് പോയാലോ? അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് ഹിമ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പൊ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എന്റെ ടോട്ടൽ ലിപ്സ്റ്റിക് കളക്ഷന് എനിക്ക് ടോപ്പ് 6 ആയിട്ട് തോന്നിയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ഇതെല്ലാം അഫോർഡബിൾ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മച്ച് പ്രൂഫും വാട്ടർ പ്രൂഫും ഒക്കെ ആണ് കേട്ടോ. പിന്നെ ഈ ഷെയ്ഡ്സ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് എന്റെ സ്കിൻ ടോണിന് ചേരുന്ന രീതിയിലാണ്. ആൻഡ് ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ എന്റെ ടോപ്പ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്കില് ഫസ്റ്റ് ലിപ്സ്റ്റിക് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് മേബ്ലിൻ ന്യൂയോർക്കിന്റെ സെൻസേഷണൽ മാറ്റ് റേഞ്ചിൽ വരുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് മേഡീസി ആണ് കേട്ടോ. ഇതിൽ വേറെ കുറെ ഷെയ്ഡ്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ഇത് തന്നെയാണ്. ഒരു 4-4 കൊല്ലമായിട്ട് റിപ്പീറ്റ് അടിച്ച് യൂഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത്. അപ്പോൾ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മച്ച് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. പക്ഷെ ഓയിലി ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഇതൊന്ന് ഫേഡ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രശ്നം മാത്രമേ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആൻഡ് മോസ്റ്റ്ലി എല്ലാ ലിപ്സ്റ്റിക്കും ഓയിലി ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് പോകും. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. ആൻഡ് ഡ്രൈയിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. മോസ്റ്റ്ലി ലിക്വിഡ് ലിപ്സ്റ്റിക് എല്ലാം ഡ്രൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. പക്ഷെ ഈ ലിപ്സ്റ്റിക് അത്ര ഡ്രൈയിങ് അല്ല കേട്ടോ. ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്വോച്ചസ് ഒന്ന് കണ്ടാലോ? സെക്കൻഡ് ലിപ്സ്റ്റിക് പറയുന്നത് ഇൻസൈഡ് കോസ്മെറ്റിക്സിന്റെ ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. മാറ്റ് റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക് ആണ്. നല്ല ക്രീമി ടെക്സ്ചർ ആണ് ഇതിന്. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഏത് സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്കാണെങ്കിലും നല്ല പോലെ സെറ്റ് ആവുന്ന ലിപ്സ്റ്റിക് ആണ്. പക്ഷെ കുറച്ചും കൂടി ഡാർക്ക് സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ലിപ്സിൽ ഒന്ന് ഒരുപാട് ബ്രൈറ്റ് ആയിട്ട് കാണും. അത് അത്ര ഭംഗിയുണ്ടാവില്ല. പക്ഷെ അത്യാവശ്യം ഒരു മീഡിയം ടു ലൈറ്റർ സ്കിൻ ടോൺ ഉള്ള ആൾക്കാർക്കൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആവുന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ആൻഡ് ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ലിപ്സ്റ്റിക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടോൺ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് ആയിട്ട് നമ്മളെ കുറച്ചും കൂടി ഒരു ഫ്രഷ് ലുക്കായിട്ട് തോന്നിപ്പിക്കില്ലേ? അങ്ങനെ വരുന്ന ഷെയ്ഡാണ് ഞാൻ നേരത്തെ കാണിച്ചതും ഈ ഷെയ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. സെയിം പോലെ തന്നെയാണ്. ആൻഡ് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കും. വാട്ടർ പ്രൂഫ് ആണ്, സ്മച്ച് പ്രൂഫ് അല്ല കേട്ടോ. ചെറിയ രീതിയിലൊക്കെ ഇത് സ്മച്ച് ആവുന്നുണ്ട്. ആൻഡ് ഓയിലി വൈറ്റിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആ ഷെയ്ഡ് മാത്രമേ നിൽക്കുള്ളൂ. ഫുൾ ഷെയ്ഡ് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത പോലെ അത്രയും നിൽക്കില്ല. ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് വേർഷൻ മാത്രം നമ്മുടെ ലിപ്സിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ അത്രത്തോളം അങ്ങോട്ട് ലോങ് ലാസ്റ്റിംഗ് അല്ല. പക്ഷെ ഷെയ്ഡ് അടിപൊളിയായിട്ട് വരുന്ന ഷെയ്ഡാണ് കേട്ടോ. അതിന്റെ അഫോർഡബിൾ കൂടിയാണ്. 100 രൂപയുടെ താഴേക്ക് ഈ ഒരു ലിപ്സ്റ്റിക്കിന് വരുന്നുള്ളൂ. ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട്. ഓക്കെ, ആൻഡ് ഇത് യൂസ് ചെയ്ത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലൊന്നുമില്ല യൂസ് ചെയ്യാനായിട്ട്. അത്രത്തോളം എനിക്ക് ഇഷ്ടമായിട്ട് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇപ്പൊ ഇതിന്റെ ഷെയ്ഡ് പറയാൻ മറന്നു. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് A2 ന്യൂഡ് കോഫി ഷെയ്ഡാണേ. തേർഡ് ലിപ്സ്റ്റിക് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക് ആണ്. ഇത് വാങ്ങുമ്പോൾ എനിക്ക് ഇത്രയും അറിയില്ലായിരുന്നു ഇത് ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആണെന്നുള്ളത്. ഇത് ഏകദേശം ഒരു 8 മണിക്കൂറിന് മേലെയൊക്കെ ലോങ് ലാസ്റ്റിംഗ് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫുൾ ഷെയ്ഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റർ സ്കിൻ ടോണും മീഡിയം സ്കിൻ ടോണിനൊക്കെ അടിപൊളിയാണ് ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഡാർക്ക് സ്കിൻ ടോണിന് ഇത് ചേരില്ല. കുറച്ചും കൂടി ഒരു ബ്രൈറ്റ് പിങ്ക് കളറാണ്. അപ്പോൾ പിങ്ക് കളേഴ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ബ്രൈറ്റ് പിങ്ക് കളേഴ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ആൻഡ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ക്യൂപ്പിഡ് പിങ്ക് ഷെയ്ഡാണ്. നല്ല അടിപൊളി ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മച്ച് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. ആൻഡ് ഓയിലി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിച്ചാലും ഇത് പോവില്ല, അത് അങ്ങനെ തന്നെ നിന്നോളും. ഒരുപാട് പേര് എൻ്റെ ചോദിച്ചിട്ടുള്ള ഷെയ്ഡ് കൂടിയാണ് ഈ ഒരു സംഭവം. ഓക്കെ, അപ്പോൾ റീസെന്റ് ആയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ റേഞ്ച് വരുന്നത് എനിക്ക് തോന്നുന്നു പ്രൈസ് റേഞ്ച് ഏകദേശം ഒരു 200-250 റേഞ്ചിലാണ് ഇത് വരുന്നത്. ഓക്കെ, അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു ഡാസ്ലറിന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഒരു കാലത്ത് ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്ന ഷെയ്ഡാണ് ഇത്. ഇപ്പോഴും ഒരുപാട് പേര് ഈ ഷെയ്ഡിന് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇത് വന്നിട്ട് 025 ഹേസൽനെറ്റ് കപ്പാണ് ഈ ഷെയ്ഡിന്റെ പേര് പറയുന്നത്. നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. അപ്പൊ ഞാൻ നേരത്തെ ഒരു 2-3 ലിപ്സ്റ്റിക് ഒക്കെ നമ്മുടെ സ്കിൻ ടോൺ കുറച്ചുകൂടി ബ്രൈറ്റ് ആയി കാണിക്കുന്ന പറഞ്ഞില്ലേ, ഇതിൽ അങ്ങനത്തെ എഫക്റ്റ് ഒന്നുമില്ല. ഇത് സ്കിൻ ടോൺ എങ്ങനെയാണുള്ളത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഒരു ഫ്രഷ് ലുക്ക് അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൽ ചില ബ്രൗൺ ഷെയ്ഡ്സ് എങ്ങനെയാണെന്ന് അറിയാം, അതിൽ റെഡ് കൂടി മിക്സ് ആയിട്ടുണ്ടാവും, ചിലതിൽ ഓറഞ്ച് ടോൺ മിക്സ് ആയിട്ടുണ്ടാവും. പക്ഷെ ഇതിൽ പ്യുവർലി ആ ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ്. എനിക്കിതിൽ ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, പക്ഷെ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. നമ്മളൊരു ലിപ് ബാം യൂസ് ചെയ്യാതെ ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യും. ഓക്കെ, പക്ഷെ ലിപ് ബാം യൂസ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല.
ആൻഡ് സ്മച്ച് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. പക്ഷെ ഓയിലി ഫുഡ് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് ഉള്ളിൽ ആ ഇന്നർ ആ ലൈനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് മാത്രം ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്നുണ്ട്. ബാക്കി മൊത്തമായിട്ട് ഈ ലിപ്സ്റ്റിക് പോകുന്നില്ല കേട്ടോ. അങ്ങനെയാണ് ഈ ലിപ്സ്റ്റിക്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാസ്ലറിന്റെ ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, കുറേ പേർക്ക് ലിപ്സിൽ ഒരു ഡാർക്കനിങ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതുകൊണ്ട് എപ്പോഴും യൂസ് ചെയ്യാറില്ല, ഒക്കേഷണലി മാത്രം യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ലിപ്സ് ഭയങ്കര ഡാർക്ക് ആവുന്ന ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഒക്കേഷണലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ്. വേറെ പ്രശ്നമൊന്നും എനിക്കിതിൽ തോന്നിയിട്ടില്ല. ഓക്കെ, അടുത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ. കാരണം ഇന്ന് ഞാൻ ലിപ്സ്റ്റിക് ചൂസ് ചെയ്യാൻ നിന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സും, അതായത് ബ്രിക്ക് റെഡ് ഷെയ്ഡ്സ്, ബ്രൗൺ ഷെയ്ഡ്സ്, ഇതെല്ലാം എൻ്റെ വേറെ കുറേ ഷെയ്ഡ്സും ഉണ്ടായിരുന്നു. അതിന്നാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ റെഡ് ഷെയ്ഡ്, കറക്റ്റ് ഈ റെഡ് ഷെയ്ഡ് ഇതിന് മാത്രമേ ഇട്ടായിരുന്നുള്ളൂ. നേരത്തെ ഞാൻ സ്വിസ് ബ്യൂട്ടിയിൽ നിന്ന് കുറേ റെഡ് ഷെയ്ഡ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്വിസ് ബ്യൂട്ടിയിൽ നിന്ന് മാത്രമല്ല, പർപ്പിളിന്ന് റെഡ് ഷെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പർപ്പിൾ ലിപ്സ്റ്റിക്കിൽ നിന്ന് റെഡ് ഷെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻവൈബയുടെ റെഡ് ഷെയ്ഡ് ഉണ്ടായിരുന്നു. പക്ഷേ ആ റെഡ് ഷെയ്ഡ്സിനെക്കാട്ടിയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇതെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിന്റെ ക്വാണ്ടിറ്റി ഉണ്ടല്ലോ വളരെ കുറവാണ് കേട്ടോ. റെഡ് ഷെയ്ഡ് പക്ഷെ അടിപൊളി ഷെയ്ഡാണ്, എന്നാൽ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ഇത് സ്മച്ച് പ്രൂഫ് ആണോ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ സ്മജ് ആവും, പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ആണ്. ആൻഡ് വാട്ടർ പ്രൂഫ് കൂടിയാണ് കേട്ടോ. അതങ്ങനെ പെട്ടെന്ന് വെള്ളം തട്ടുന്ന സമയത്ത് അങ്ങനെ പോകുന്നൊന്നുമില്ല. നമ്മൾ അത്രയും ഡ്രബ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പരക്കുന്നല്ലാതെ അത് പോവില്ല, അങ്ങനെ തന്നെ ലിപ്സിൽ ഉണ്ടായിക്കോളും. ആൻഡ് ഓയിലി ഫുഡ് കഴിക്കുന്ന സമയത്താണെങ്കിൽ ഈ ലിപ്സ്റ്റിക്കിൽ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു എഫക്റ്റ് എനിക്ക് തോന്നി. പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. ആ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കിട്ടിയാൽ അടിപൊളിയായിരിക്കും. പക്ഷെ അങ്ങനെ അവർ തീരില്ലല്ലോ. ആൻഡ് ഇത് വന്നിട്ട് കഫ് ആൻഡ് ലാഷസിന്റെ ലിപ്സ്റ്റിക് ആണ്. ക്രയോൺ ക്രിംസൺ ആണ് ഈ ഷെയ്ഡിന്റെ പേര് എന്ന് പറയുന്നത്. അടിപൊളി ഷെയ്ഡാണ്. നമ്മൾ തപ്പുന്ന സമയത്ത് അങ്ങനെ റെഡ് ലിപ്സ്റ്റിക് അധികം നമുക്ക് സൂട്ട് ആവുന്ന റെഡ് ലിപ്സ്റ്റിക് കിട്ടാൻ കുറച്ച് പാടായിട്ട് എനിക്ക് തോന്നാറുള്ളത്. എനിക്ക് പിന്നെയും ഈ ബ്രൗൺ ഷെയ്ഡ്സും പിങ്ക് ഷെയ്ഡും അതേപോലെ തന്നെ കിട്ടാൻ കുറച്ചും കൂടി ടഫായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ബ്രൗണ് ഞാൻ ഏതെടുത്താലും ലാസ്റ്റ് ബ്രൗണിൽ കൊണ്ട് അവസാനിക്കും. അതുകൊണ്ട് എനിക്ക് നിറയെ ബ്രൗൺ ഷെയ്ഡ്സും ബ്രിക്ക് റെഡ് ഷെയ്ഡ്സും ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ റെഡ് പിങ്ക് ഒക്കെ ചൂസ് ചെയ്യുന്നത്. നല്ലോണം നോക്കി റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നോക്കാറുള്ളത്. അങ്ങനെ വാങ്ങിയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഇത്. സിക്സ്ത് ലിപ്സ്റ്റിക് 6 ഷെയ്ഡ് വരുന്ന ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് വാങ്ങുന്ന സമയത്ത് ഇത്രത്തോളം ഒരു എഫക്റ്റ് ഈ ലിപ്സ്റ്റിക്കിന് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. നോർമലി നമുക്ക് ഇങ്ങനെ ഒരുപാട് കളേഴ്സ് വരുന്ന ലിപ്സ്റ്റിക് കിട്ടാറുണ്ട്, NYB എന്നൊക്കെ ഉള്ളത്. അതുപോലെ റെനി കോസ്മെറ്റിക്സിൽ ഇങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഉണ്ടാവും, കുറെ കളേഴ്സ് വരുന്ന 5-in-1 ലിപ്സ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് ഇതിന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും ആയിരിക്കില്ല എന്നുള്ളത്. പക്ഷെ ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അതായത് ഞാൻ ഇതുവരെ യൂസ് ചെയ്ത ഏത് ലിപ്സ്റ്റിക്കിലും എനിക്ക് മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് ഭയങ്കരമായിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതിൽ എനിക്ക് വന്നു. ലൈറ്റ് ആയിട്ടുള്ള ആ ഷെയ്ഡ് മാത്രം എടുക്കുമ്പോഴേക്കും ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മളിത് ഫുള്ളി ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് എടുത്ത് അപ്ലൈ ചെയ്താൽ കൂടി കൂടുതലായിട്ടേ തോന്നുള്ളൂ. അത്രയും ലൈറ്റ് ആയിട്ട് വേണം നമ്മൾ ഇതിന് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിട്ട് 699 രൂപയാണ്. പക്ഷേ ഈ ആപ്പിലും ഇവരുടെ വെബ്സൈറ്റിൽ അതുപോലെ മറ്റൊരുപാട് ആപ്പുകളിലൊക്കെ തന്നെ ഒരു 400 ആ റേഞ്ചിൽ ഈ ലിപ്സ്റ്റിക് അവൈലബിൾ ആണ് കേട്ടോ. ഓഫർ പ്രൈസ് എപ്പോഴും ഓഫറിൽ പോകുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ആൻഡ് എപ്പോൾ നോക്കിയാലും ഔട്ട് ഓഫ് സ്റ്റോക്കിൽ പോകുന്ന ഒരു ലിപ്സ്റ്റിക് കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഭയങ്കര ഈ ഒരു 200 റേഞ്ചിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു 400 ആയാലും 450 ആയാലും കുഴപ്പമില്ല. പക്ഷെ നല്ല ലിപ്സ്റ്റിക് നോക്കുന്നുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം, സ്മച്ച് പ്രൂഫ് ആയിരിക്കണം, വാട്ടർ പ്രൂഫ് ആയിരിക്കണം, ആൻഡ് ഓയിലി ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഓയിൽ പ്രൂഫും ആയിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഒരു ലിപ്സ്റ്റിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ഷെയ്ഡ്സ് ഉണ്ടല്ലോ അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഇതിൽ ഞാൻ വിചാരിച്ചത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വാഷ് ഔട്ടായി പോകുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ ലിപ്സിൽ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് മൊത്തം വാഷ് ഔട്ടായിട്ട് തോന്നിക്കുമെന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല. ഈ ഷെയ്ഡും എനിക്ക് അടിപൊളിയായിട്ട് നല്ലോണം സൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ന്യൂഡ് ഷെയ്ഡ്സും ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഉള്ളത്, ബാക്കി എല്ലാം കുറച്ച് പിഗ്മെന്റ് ഷെയ്ഡ്സ് ആണ്. പക്ഷെ നമുക്കിത് മിക്സ് മാച്ച് ചെയ്തിട്ടും യൂസ് ചെയ്യാം. 2-3 രീതിയിൽ ഇങ്ങനെ മാറി യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു ലിപ് ഗ്ലോസ് കൂടി വരുന്നുണ്ട്. എനിക്കറിയില്ല, ഇത്രയും കാലം ഞാൻ ലിപ്സ്റ്റിക് വാങ്ങിയതിൽ എനിക്കൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഈ സാധനമാണ് കേട്ടോ. ഇത് ഒരു പ്രൊമോഷന്റെ ഭാഗത്തായിട്ട് പറയുന്നൊന്നുമല്ല. പക്ഷെ നമ്മളിങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് പല ഷെയ്ഡ്സ് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു നല്ലതല്ലേ. ചിലർ ചോദിക്കുമല്ലോ എന്താ ഷെയ്ഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് വേറൊരു ഷെയ്ഡ് നോക്കാലോ, കണ്ടുപിടിക്കാലോ. പിന്നെ എല്ലാ ഷെയ്ഡ്സും കയ്യിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഭയങ്കര ലവർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് മിസ് ചെയ്യല്ലേ, നല്ല പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലിപ്സ്റ്റിക്കിൽ 5 ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര പിഗ്മെന്റഡ് ആണ്. ജസ്റ്റ് ഒരു ഡ്രോപ്പ് ആക്കിയാൽ കൂടി നമുക്ക് ഇതുപോലൊരു പിഗ്മെന്റേഷൻ കിട്ടും. അപ്പം ഞാനിത് പിങ്ക് ഷെയ്ഡ് ആദ്യം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ റെഡും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഷെയ്ഡ് കിട്ടും കേട്ടോ. അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ടോപ്പ് ഫേവറേറ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ, സ്മച്ച് പ്രൂഫ് ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പൊ അത്രയ്ക്കുള്ള ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മാക്സിമം ഷെയർ ചെയ്തേക്കുക. യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ടാവും, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. എന്നാൽ മാത്രം ഞാൻ ഇനി അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.